ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ അവസാന യൂണിറ്റിൻ്റെ അവസാന പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5th ചാപ്റ്റർ എന്ന് പറയുന്നത് പ്രിവലൻ്റ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടു. ഈ ഒരു ഏരിയയ്ക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിനെ. അതിൽ 1 മുതൽ 8 വരെ ഉള്ളത് ഒരു ജനറൽ ഏരിയ ആയിട്ട് അതല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റുകളിലൊക്കെ കടന്നു വന്നിട്ടുള്ള ടോപ്പിക്കുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിന് ക്ലാസ് ആയിട്ട് തന്നിട്ടില്ല. പകരം നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട്സുകളാണ് തന്നിട്ടുള്ളത്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഹൈലൈഷൻ കൊടുക്കേണ്ടത് റിഫ്ലക്റ്റീവ് ജേണലും സ്റ്റുഡൻറ്റ് ലേണിംഗ് പോർട്ട്ഫോളിയോയുമാണെന്നുള്ളത് പ്രത്യേകം പറഞ്ഞു. അതുകൂടാതെ തന്നെ പ്രസൻറ്റ് പ്രാക്ടീസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ലേണിംഗ് എന്നുള്ളതിലെ പ്രസൻറ്റ് പ്രാക്ടീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണെന്നുള്ളതും നോട്ട് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ ക്ലാസ് നമ്മൾ തന്നതാണ്, രണ്ടാമത്തെ ഏരിയ, അതായത് അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നതിൻ്റെ അണ്ടറിൽ വരുന്ന 3 ഏരിയകളാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ഓർ വേരിയബിലിറ്റീസ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് വൺ കൊറിലേഷൻ എന്നുള്ളതുമാണ്. അപ്പോൾ ഇത്രയും ആ ഒരു രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് തന്നത്. അതും ക്വസ്റ്റ്യൻസിനെ, തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഈ ഒരു ഭാഗത്തു നിന്നാണ് പ്രോബ്ലംസ് ആയിട്ട് ചോദിക്കുക. അതിൽ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിൽ 10ഉം 11ഉം ഏരിയകളാണ് ചോദിക്കുക. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. രണ്ടാമത്തത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ഓർ വേരിയേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്നുമാണ് പ്രോബ്ലമായിട്ടും ചോദിക്കുന്നത്. അതേപോലെ തന്നെ തിയറിറ്റിക്കൽ ആയിട്ടും ചോദിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അവസാനമായിട്ട് വരുന്ന ഒരു തിയറി പാർട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഏതാണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ്? ഈ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ നമുക്ക് 2 ആയിട്ട് തന്നെ അതിനെ തരംതിരിച്ചെടുക്കാം. ഒന്ന് ഡയഗ്രാംസ് ഏതൊക്കെയെന്നുള്ളതുമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം, 2 ഗ്രാഫ്സ് ഏതൊക്കെയെന്നുള്ള രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാംസ് ആണ് 2 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഡയഗ്രാംസിൻ്റെ അണ്ടറിൽ, ഗ്രാഫ്സിൻ്റെ അണ്ടറിൽ ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും ദെൻ ഒജീവ് കർവ്സുമാണ്. അപ്പോൾ ഈ ഗ്രാഫ്സിൻ്റെ ഈ 4 ഡയഗ്രാംസും അല്ലെങ്കിൽ ഗ്രാഫ്സുകളും ഏത് രീതിയിൽ പറയുന്നതാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിലെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫുകളാക്കി നമ്മൾ ഡ്രോ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഈ 4 ടൈപ്സും, അതിൽ ഹിസ്റ്റോഗ്രാം ആണെങ്കിലും ഫ്രീക്വൻസി പോളിഗൺ ആണെങ്കിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണെങ്കിലും ഒജി കർവ്സ് ആണെങ്കിലും ഇവ 4ഉം ഏതിൽ തന്നെ വരുന്നതാണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അണ്ടറിൽ വരുന്നതാണ്. ഈ ഗ്രാഫ്സ് ഇത്ര ഇമ്പോർട്ടൻസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd സെമസ്റ്ററിൽ നിങ്ങൾക്ക് അസസ്മെൻറ്റിൻ്റെ, അതല്ലെങ്കിൽ മെഷർമെൻറ്റ് ആൻഡ് അസസ്മെൻറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ഒരു റെക്കോർഡ് തന്നെ നിങ്ങൾക്ക് എഴുതാനുണ്ട്, അസസ്മെൻറ്റ് ടെസ്റ്റ്സ് എന്ന് പറഞ്ഞ രീതിയിൽ. അപ്പോൾ ആ റെക്കോർഡിൽ നിങ്ങൾക്ക് എഴുതുന്നതും ബാർ ഡയഗ്രമും പൈ ഡയഗ്രമും അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാംസും ഫ്രീക്വൻസി പോളിഗണും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും ഒജി കർവ്സുകളും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതേപോലെ തന്നെ ഡിസ്പേഴ്സണും എല്ലാ കൊറിലേഷനും ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റെക്കോർഡിലും നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ 2 ഏരിയ നമ്മൾ 3rd സെമസ്റ്ററിലും കൂടി ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ഇവയിൽ നിന്ന് തന്നെ നമുക്ക് 2nd സെമസ്റ്ററിൽ അസസ്മെൻറ്റിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ആയിട്ട് ചോദിക്കുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്താണ് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്നത്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ടു പ്രസൻറ്റ് ദ കോംപ്ലക്സ് ഡാറ്റ ഇൻ ആൻ ഈസി ടു അണ്ടർസ്റ്റാൻഡ് മാനർ. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു, ഒരു ഈസി മാനറിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഈസി മാനറിൽ അത് പൈ ഡയഗ്രാം ഉപയോഗിച്ചോ ഹിസ്റ്റോഗ്രാം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചാർട്ടുകൾ ഉപയോഗിച്ചോ ടേബിളുകൾ ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഈസി മാനറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ദിസ് പർപ്പസ് ഡാറ്റ ആർ ക്ലാസിഫൈഡ് ആൻഡ് ടാബുലേറ്റഡ് ടു പ്രസൻറ്റ് ഈസി കമ്പാരിസൺസ് ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ് ആർ ഓൾസോ യൂസ്ഡ്. അപ്പോൾ ഇത് ഈസിലി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിളുകളായിട്ടും അതേപോലെ തന്നെ ഡയഗ്രാമുകളായിട്ടും ഗ്രാഫുകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഇൻ്റർപ്രിട്ടേഷൻ അതല്ലെങ്കിൽ അതൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു പ്രബന്ധമായിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ മെഷേഴ്സും ഡിസ്പേഴ്സണും കൊറിലേഷനൊക്കെ യൂസ് ചെയ്തു.
അതിനുശേഷം ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം അല്ലേ, അതല്ലെങ്കിൽ അതൊന്ന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ മനസ്സിലാക്കിയെടുക്കുന്നതിന് ഉതകുന്ന രീതിയിലൊരു പ്രസൻറ്റേഷൻ നടത്തണം. ആ അത്തരത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ടാബുലേഷൻ വഴിയോ അല്ലെങ്കിൽ ടേബിൾസ് വഴിയോ ഡയഗ്രാംസ് വഴിയോ ഗ്രാഫ്സ് വഴിയോ ഒക്കെയാണ്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കമ്പാരിസൺ കൊടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഓർത്ത് വെക്കുക. സോ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ, ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫിക്സ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതിൽ ഡയഗ്രാം ആയിട്ടും പറയുന്നുണ്ട്, ഗ്രാഫുകളായിട്ടും പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ബാർ ഡയഗ്രാം, സെക്കൻഡ് വൺ പൈ ഡയഗ്രാം, തേർഡ് വൺ ഹിസ്റ്റോഗ്രാം, ഫോർത്ത് വൺ ഫ്രീക്വൻസി പോളിഗൺ, ഫിഫ്ത്ത് വൺ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് സിക്സ്ത് വൺ ഒജി കർവ്സ്. ഇപ്പോൾ ഈ ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, ക്യുമുലേറ്റീവ്, ഒജി കർവ്സ് മുഴുവനും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ അണ്ടറിൽ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ള ഡാറ്റയാണ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒന്നും തരുന്നില്ല, അത് ഏത് ഡയഗ്രാംസ് അല്ലെങ്കിൽ ഏത് ചാർട്ടുകളാണ് ഇതിൻ്റെ അണ്ടറിൽ നിങ്ങൾ വരച്ചു വെക്കേണ്ടത് എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത്. ഇവ ഓരോന്നിനും ഒരു 2-3 സെൻറ്റൻസിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. എന്നിട്ട് ഈ ഗ്രാഫുകളും വരച്ചു വെച്ചിട്ട് നിങ്ങൾ എസ്സേ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് വണ്ണാണ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അതിൽ ബാർ ഡയഗ്രത്തിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെയാണ് വരിക, സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് രണ്ടും വരുന്നത്. അത് സിമ്പിൾ മാനറിൽ വരുന്നതാണ്, ബോയ്സ് ഗേൾസ് എന്ന രീതിയിൽ. അപ്പോൾ അതും ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ബോയ്സ് ഗേൾസ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. എക്സ് ആക്സിസിൽ വരുന്നത് എന്താണ്, വൈ ആക്സിസിൽ വരുന്നത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെ പൈ ഡയഗ്രാം എന്നുള്ളതാണ് പറയുന്നത്. സർക്കിൾ വരുന്ന കാര്യത്തെയാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. പൈ ഡയഗ്രാമും നമ്മൾ ഈ തീസിസ് വർക്കിനും അതേപോലെ തന്നെ ഡാറ്റ പ്രസൻറ്റേഷൻസിനും വൈഡ്ലി സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് പൈ ഡയഗ്രാം. എല്ലാത്തിലും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ തീസിസ് അതേപോലെ തന്നെ റിസർച്ച് ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് പൈ ഡയഗ്രമാണ്. ആ പൈ ഡയഗ്രത്തിൻ്റെ ഒരു രീതിയാണ്. അത് ഏതും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം, ഡാറ്റ എന്ത് തന്നെ ഉൾപ്പെടുത്താം, അത് ഇത് തന്നെ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. ദെൻ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് ആദ്യത്തെ 0.5 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഈ ആദ്യത്തെ 0.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഓരോന്നിനും വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എക്സ് ആക്സിസിൽ വരുന്നത് എക്സാക്ട് ലിമിറ്റ് ഓഫ് ക്ലാസ് ഇൻ്റർവെൽസ് ആണ്, വൈ ആക്സിസിൽ വരുന്നത് ഫ്രീക്വൻസീസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ എന്താണ്, വൈ ആക്സിസിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് സെൻറ്റിമീറ്റേഴ്സ് അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ 0.5 സെൻറ്റിമീറ്റർ വിടുന്നത് കൊണ്ട് അടുത്ത് 10.5, 20.5, 30.5, 40.5, 50.5 എന്ന രീതിയിൽ വേണം നിങ്ങൾ അതിൽ കൊടുക്കാൻ എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതിനെയാണ് ഹിസ്റ്റോഗ്രാം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഹിസ്റ്റോഗ്രാം ഇത് ഗ്രാഫ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഗ്രാഫ്സിൻ്റെ അണ്ടറിൽ വരുന്നതിന് ഫ്രീക്വൻസി പോളിഗൺ എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ അത് സീറോയിൽ നിന്നുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സീറോയിൽ നിന്നും ഫസ്റ്റ് ഡാറ്റ നോട്ട് ചെയ്യുന്നത് 5.5, അതും എന്ത് ചെയ്യുന്നുണ്ട്, 0.5 സെൻറ്റിമീറ്റർ അവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോട്ട് ചെയ്യുക. അപ്പോൾ 5.5, 15.5, 25.5, 35.5 എല്ലാം ഇൻ്റർവെൽസ് വരുന്നത് 10 ആണ്. 10 ക്ലാസ് ഇൻ്റർവെൽ വരുന്ന രീതിയിലാണ്. ഇതിലും 10 ക്ലാസ് ഇൻ്റർവെൽ വരുന്ന രീതിയിലാണ്. ഈ ഹിസ്റ്റോഗ്രാമിലും ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് 10 ആണ്, ഇവിടെയും ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് 10 ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇത് നമുക്ക് ഓരോന്നിനും സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കാൻ പറ്റും. ഇവിടെയും സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെയും നമുക്ക് എന്ത് തന്നെയാണ്, സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. ബാർ ഡയഗ്രാമത്തിലും സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് സർക്കിളായിട്ട് തന്നെയാണ്. ഹിസ്റ്റോഗ്രാമിലും സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഫ്രീക്വൻസി പോളിഗൺ കർവിലും സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് ഇൻ്റർവെലിൻ്റെ എത്രയാണ്, 10 എന്ന രീതിയിൽ ക്ലാസ് ഇൻ്റർവെൽ വരുന്നുണ്ടെന്നുള്ളത് നോട്ട് ചെയ്യുക. ഇത് നമ്മൾ മാനുവലി വരയ്ക്കുന്ന കാര്യമാണ്. രണ്ട് ഡാറ്റയെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവിലെ 2 ഡാറ്റയെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരയ്ക്കുന്നതിനെയാണെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന രീതിയിൽ നമ്മൾ എടുത്ത് പറയുന്നത്. അതായത് അതിലും എക്സ് ആക്സിസിൽ വരുന്നതും വൈ ആക്സിസിലും വരുന്നുണ്ട്. ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽസും 10 എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന രീതിയിൽ വരുന്നതാണ്. 2 ഡാറ്റ ഉൾപ്പെടുത്തിയിട്ട് മീഡിയം കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ വരച്ചു വെക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ക്ലാസ് നിങ്ങൾക്ക് തരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എസ്സേ മോഡലിലാണ്, ഒരു ക്വസ്റ്റ്യൻ മാനറിലാണ്, നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് മൊത്തത്തിൽ എഴുതുന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് ഇതിൻ്റെ ഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി നിങ്ങൾ പഠിക്കുന്നതിനോട് അത് നിങ്ങൾ പ്രാക്ടിക്കൽ സെൻസിലാണ് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അത് നിങ്ങൾ PhD തലത്തിലും അല്ലെങ്കിൽ PGയുടെ തീസിസ് വർക്കിലും MEdൻ്റെ തീസിസ് വർക്കിലൊക്കെയാണ് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ BEdന് ഈ ഒരു കാര്യം ഇതെന്താണ് എന്നുള്ളത് പരിചയപ്പെടുക മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളിതിൽ നോട്ട് ഔട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. ബാക്കി ഈ ഗ്രാഫ്സുകളെല്ലാം പഠിച്ച് അത് വരച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. ഇതും ഇതേപോലെ തന്നെ
ഒജി കർവ്സും ആക്ച്വലി പിന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും സെയിം പർപ്പസിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിനെ മാനുവലായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് കൈകൊണ്ട് വരയ്ക്കാം. മറ്റേതെല്ലാം സ്കെയിൽസ് കൊണ്ടാണ് വരയ്ക്കുന്നത്, ഇതിനെ കൈകൊണ്ടാണ് വരയ്ക്കുന്നത്. ഇവിടെയും ക്ലാസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് 10 ആണ് എന്നുള്ളത് ഓർമ്മ വെക്കാൻ ശ്രമിക്കുക. മോർ ദാൻ ഒജീവ്സ് എന്നുള്ളതും ലെസ് ദാൻ ഒജീവ്സ് എന്നുള്ള രീതിയിലുമാണ് രണ്ട് പിന്നെ ഇത് വരുന്നത്, ലൈൻസ് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ളതുമാണ് രണ്ടെണ്ണം വരുന്നത് എന്നുള്ളതാണ്. അത് പ്രോബ്ലം എടുത്ത് നമ്മൾ വരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസും ഡീവിയേഷൻസും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക. നിങ്ങളൊരു ഏതെങ്കിലും ഒരു എക്സാമ്പിളുകൾ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് പിന്നെ ഡ്രോ ചെയ്ത് കാണിക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് ഏതിൽ വരുന്നത്, ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസിൽ വരുന്നത്. ഈ ഇത്ര പറഞ്ഞ പോലെ സിമ്പിളല്ല നിങ്ങളിത് പഠിച്ചെടുത്ത് എസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എസ് എഴുതുമ്പോൾ തന്നെ ആ ഒരു സിനോപ്സിസിൽ ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ആണ് ചോദിച്ചെങ്കിൽ ഡയഗ്രാംസ് ഉണ്ട്, ഗ്രാഫ്സ് ഉണ്ട്, അത് സെപ്പറേറ്റ് ഇന്നതൊക്കെയാണെന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എസ് എ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി സെപ്പറേറ്റ് എസ് എ ചോദിക്കും. അതേപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻസും എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ തന്നെയാണ് ആവറേജ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും പറയുന്നതും. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷനെ തന്നെയാണ് മെഷേഴ്സ് ഓഫ് വേരിയബിൾസ് എന്നുള്ള രീതിയിലും പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ അരിത്മെറ്റിക് മീനും മീഡിയൻ മോഡ് എന്ന രീതിയിൽ വീണ്ടും 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ഓർ ഡീവിയേഷൻ ഓർ വേരിയബിൾസിനെ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ എന്ന് സെപ്പറേറ്റ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കും. അതിനെ തന്നെ ഈ 3 എണ്ണത്തിന്, അതായത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ, കൊറിലേഷൻ, ഇങ്ങനെ 3നെയും ഒരുമിച്ചായിട്ട് കൂടി എന്ത് ചോദിക്കുന്നുണ്ട്, ഇതിൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അനാലിസിസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന രീതിയിലായിരിക്കും ചോദിക്കുക. മെഷേഴ്സ് ദാറ്റ് ഫൈൻഡ് പ്ലേസ് ഇൻ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഏതൊക്കെ എന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ സമ്മപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു സിനോപ്സിസ് ആദ്യം നിങ്ങൾ കോട്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഓരോന്നിനെയും എടുത്ത് 1-2 സെൻറ്റൻസിലൂടെ പിന്നെ സമ്മപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പറ്റുന്ന രീതിയിൽ ഇക്വേഷൻസും നിങ്ങൾ കോട്ട് ചെയ്യുക. സോ ഇതിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 5th ചാപ്റ്ററാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ നിങ്ങളോട് ഇതിൻ്റെമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് പിന്നെ സിമ്പിളായിട്ട് വരുന്ന 1 മുതൽ 8 വരെയാണ്. അതിൽ റിഫ്ലക്റ്റീവ് ജേർണലും സ്റ്റുഡൻസ് ലേണിംഗ് പോർട്ട്ഫോളിയോയുമാണ്. രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് അനാലിസിസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതാണ്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഇത്രയും ഏരിയകളാണ് നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ എല്ലാവരും തന്നെ നന്നായിട്ട് പരീക്ഷ ചെയ്ത എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആർക്കെങ്കിലും ലൈവ് സെഷൻസ് ആവശ്യമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ട് ലൈവ് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, ഏതൊക്കെ ഏരിയകളാണ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വേണ്ടി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുക. സോ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.